ഈ ഒരു പശ്ചാത്തലത്തിൽ അഭയാർത്ഥിക്കിടം കൊടുത്ത് അഭയാർത്ഥിയുടെ കരാളഹസ്തങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച ഒലിവറച്ചൻ്റെ ഓർമ്മ ആചരിച്ച സമയത്ത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹവും ക്രൈസ്തവ വിശ്വാസികളും വളരെ ഗൗരവമായി കാണേണ്ടത് തന്നെയാണ്. ഇന്ന് ലോക രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് ചില മതതീവ്രവാദികളുടെ സംഘടിതമായ ഉദ്യമമാണ് എന്ന്, നിഗൂഢമായ ഗൂഢതന്ത്രമാണ് ഈ അഭയാർത്ഥി പ്രവാഹമെന്ന്. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായി വരുന്ന ഇസ്ലാം സഹോദരങ്ങളെ, ഇസ്ലാം രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്ന്, അഭയം കൊടുക്കുന്നുണ്ട് എന്ന് ലോകം ചർച്ച ചെയ്യണമെന്ന് ഇമ്മാനുവൽ മക്രോൺ വിളിച്ചു പറയുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ശബ്ദം നമുക്ക് അവഗണിക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആർക്കും കയറിയിറങ്ങാവുന്ന ഒരു പുറമ്പോക്ക് ഭൂമിയാണ് ക്രൈസ്തവ വിശ്വാസമെന്ന്, ക്രൈസ്തവ സമൂഹമെന്ന് ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് വിശ്വാസ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ ക്രൈസ്തവനുമുള്ളത്. വിശ്വാസത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും അതിര് കാക്കാനുള്ള കാവൽ പട്ടാളക്കാരാണ് ഓരോ വിശ്വാസിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഈ അതിര് കാക്കുവാനുള്ള ജാഗ്രത കുറയുമ്പോൾ അതിർത്തികളുടെ കാവൽ ഭിത്തികൾ ഇടിച്ചു കളഞ്ഞ് വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക്, വിശ്വാസിയുടെ മനസ്സിനുള്ളിലേക്ക് അധിനിവേശം നടത്തുന്ന ഈ അഭയാർത്ഥികളുടെ നിഗൂഢമായ ചില താല്പര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അരികിലേക്ക് നടന്നു വന്ന് അതിരുകളിൽ കാവൽ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട്, പട്ടാളക്കാരില്ലാത്തത് കൊണ്ട്, ജാഗ്രതയില്ലാത്തത് കൊണ്ട് വിശ്വാസ ജീവിതത്തിന് വ്യതിചലനമുണ്ടാകുന്ന രീതിയിൽ വിശ്വാസികളുടെ ബോധ്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും രുചികളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വസ്ത്രധാരണത്തിലേക്കുമൊക്കെ ഇങ്ങനെ ഒരധിനിവേശം, ഒരു മത തീവ്രവാദ നിലപാടുകളുള്ളവരുടെ ഒരു അധിനിവേശം ഇവിടെ വളരെ പ്രകടമായി കാണുന്ന ഈ ഒരു വർത്തമാനകാലത്തിൽ ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഉറച്ചു നിന്നുകൊണ്ടൊരു തീരുമാനമെടുക്കണം. ഇങ്ങനെ കടന്നു വരുന്ന അധിനിവേശ ശക്തികൾക്ക് കട്ടുതിന്നാനായി ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശരീരഭാഷ എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഇല്ല എങ്കിൽ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധമായ വ്യത്യസ്തതകൾ എന്തൊക്കെയാണ് എന്ന് സ്വയം അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി ഇവിടെ നമ്മൾ മാറിപ്പോകും. എ ക്രിസ്ത്യൻ ഈസ് ഡിഫറെൻറ്റ്. അതാണ് ഈ കാലം ഈ ലോകത്തിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകം ഈ കാലത്തിൻ്റെ നെഞ്ചിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു വലിയ സത്യം എന്താണ്? എ ക്രിസ്ത്യൻ ഈസ് ഡിഫറെൻറ്റ്. എന്താണ് ഈ ക്രൈസ്തവൻ്റെ വ്യത്യസ്തത? എന്താണ് ഈ ക്രൈസ്തവൻ്റെ തനിമ? എന്താണ് അത്? അവന് ക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ നിർബന്ധിക്കുന്ന സ്നേഹകർമ്മങ്ങളുടെയും ത്യാഗകർമ്മങ്ങളുടെയും ജാഗ്രതയോടെ സൂക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകമാണ് അവൻ്റെ തനിമ. ആ തനിമ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അതിരുകൾ ഇടിച്ചു കളഞ്ഞ് ജാഗ്രതയില്ലാത്ത കാവൽക്കാരായിട്ട് ജാഗ്രത നൽകുവാൻ ഇല്ലാത്ത, പട്ടാളക്കാരില്ലാത്ത ഒരു സൈന്യത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അധിനിവേശ ശക്തികളുടെ നിഗൂഢമായ തന്ത്രങ്ങളുമായി നിരവധി പേർ. അത് തിരിച്ചറിയണം ക്രൈസ്തവർ, അത് തിരിച്ചറിയണം. എന്നിട്ട് സംഘടിതമായിട്ട് പറയാൻ കഴിയണം, ഇങ്ങനെ കടന്നു വരുന്ന ഈ അധിനിവേശ ശക്തികൾക്ക്, ഈ അധീശ ശക്തികൾക്ക് കട്ടുതിന്നാനായി ഞങ്ങൾ വിട്ടുതരില്ല. ഒന്നുകിൽ രാജ്യം അല്ലെങ്കിൽ ജീവൻ, ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇറാനിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ
നാട് വിട്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ ഈ നാട് ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് ജീവൻ സംരക്ഷിച്ച്, എന്ന് പറഞ്ഞ് ക്രിസ്തു വിശ്വാസം സംരക്ഷിച്ച് സ്വന്തം ജീവൻ ബലി കൊടുത്ത ആയിരക്കണക്കിന് പാവപ്പെട്ടവരായ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ത്യാഗ ചരിത്രത്തിൻ്റെ വഴികളിലൂടെയാണ് ഈ കേരളത്തിലെ ഈ മലയാളി ക്രൈസ്തവരും കടന്നു പോകുന്നത് എന്ന് ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരായി, വിവേചന ശക്തിയില്ലാത്തവരായി, വിശ്വാസത്തിൻ്റെ വിശുദ്ധ ചൈതന്യം എന്താണ്, അവിശ്വാസത്തിൻ്റെ അധിനിവേശം എന്താണ്, അന്ധവിശ്വാസത്തിൻ്റെ സ്വാധീനം എന്താണ്, കപടമായ പൈശാചിക ശക്തികളുടെ ഇടപെടൽ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടും ക്രൈസ്തവരുടെ വേഷം ധരിച്ച് ജീവിക്കേണ്ടി വരുന്ന ദുർബല വിശ്വാസികൾ, എൻ്റെ പ്രിയപ്പെട്ടവർ അറിയണം, ജാഗ്രത വേണം പ്രിയപ്പെട്ടവരെ, ജാഗ്രത വേണം.